നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സൂര്യശ്രീ. നോക്കാം വാർത്തകൾ വിശദമായി. അറേബ്യൻ മണ്ണിൽ കരുത്തുറ്റ ഭരണകൂടത്തിന് അടിത്തറ പാകിയതിന്റെ സ്മരണ പുതുക്കി സൗദി അറേബ്യ ഇന്ന് സ്ഥാപക ദിനം ആഘോഷിക്കുന്നു. 3 നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും ചരിത്രവും വിളിച്ചോതുന്ന വിപുലമായ പരിപാടികളാണ് രാജ്യമൊട്ടാകെ നടക്കുന്നത്. സാംസ്കാരിക പ്രദർശനങ്ങളും കലാരൂപങ്ങളും കൊണ്ട് നഗരവീഥികൾ ചരിത്ര സ്മൃതികളാൽ സമ്പന്നമാണ്. സൗദി അറേബ്യ എന്ന രാഷ്ട്രത്തിന്റെ ഉദയത്തിന് സാക്ഷ്യം വഹിച്ച ചരിത്ര നിമിഷങ്ങളെ നെഞ്ചേറ്റുകയാണ് സ്വദേശികളും പ്രവാസികളും. 1727 ഫെബ്രുവരി 22-ന് ഇമാം മുഹമ്മദ് ബിൻ സൗദിന്റെ നേതൃത്വത്തിൽ ദിർരിയ ആസ്ഥാനമാക്കി ആദ്യ സൗദി ഭരണകൂടം നിലവിൽ വന്നതിന്റെ ഓർമ്മ പുതുക്കലാണിത്. ഗോത്രവൈരങ്ങൾക്കും അരാജകത്വത്തിനും അറുതി വരുത്തി അറേബ്യൻ ഉപദ്വീപിനെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയ ആ പഴയ കാലത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ആഘോഷങ്ങളുടെ ലക്ഷ്യം. ആദ്യ തലസ്ഥാനമായ ദിർരിയയിലേക്കും ചരിത്ര സ്മാരകങ്ങളിലേക്കും സന്ദർശകരുടെ വൻ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. പൌരാണിക സൗദിയുടെ വേഷവിധാനങ്ങളും പാരമ്പര്യ കലകളും പ്രദർശനങ്ങളിൽ പ്രധാന ആകർഷണമായി. രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകൾക്ക് ഇന്ന് അവധിയായിരുന്നു. റമദാൻ മാസമായതിനാൽ രാത്രികാലങ്ങളിലാണ് ആഘോഷ പരിപാടികൾ സജീവമാകുന്നത്. പ്രധാന നഗരങ്ങളിലെല്ലാം നാടൻ കലാമേളകളും കുട്ടികൾക്കായുള്ള മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മേഖലയിൽ സമാധാനവും സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കിയ 3 നൂറ്റാണ്ടിന്റെ അഭിമാനമാണ് ഓരോ പൌരന്മാരിലും കാണുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ലഹരി ഉപയോഗം തടയുന്നതിൽ നേട്ടമുണ്ടാക്കിയതായി ദുബായ് പോലീസ്. ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന 232 വെബ്സൈറ്റുകൾ നീക്കി 24 പേരെ അറസ്റ്റ് ചെയ്തതായും ദുബായ് പോലീസ് ആന്റി നാർക്കോട്ടിക്സ് വിഭാഗത്തിന്റെ കഴിഞ്ഞ വർഷത്തെ അവസാനപാദ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ലഹരി ഉപയോഗം തടയുന്നതിലെ പോലീസ് ഇടപെടലും ബോധവൽക്കരണ പരിപാടികളും ഫലം കാണുന്നതായി സൂചിപ്പിക്കുന്ന കണക്കുകളാണ് ദുബായ് പോലീസ് ആന്റി നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട കഴിഞ്ഞ വർഷത്തെ അവസാനപാദ റിപ്പോർട്ടിലുള്ളത്. ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് സോഷ്യൽ മീഡിയ പരസ്യങ്ങളാണ്. ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കമുള്ള 232 വെബ്സൈറ്റുകൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായി നീക്കം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. ആകെ 24 പേരാണ് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്തതിന് ഈ കാലയളവിൽ പിടിയിലായത്. ദുബായിലോ UAEയിലോ മാത്രമല്ല, രാജ്യാതിർത്തി കടന്നും ദുബായ് പോലീസ് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതിലൂടെ മറ്റു രാജ്യങ്ങളിലെയും ലഹരി മാഫിയകളെ തകർക്കാനായതായും ദുബായ് പോലീസ് അവകാശപ്പെടുന്നു. ഹെമേയ ഇന്റർനാഷണൽ സെന്റർ വഴി നടത്തിയ ബോധവൽക്കരണ സെഷനുകൾ 76,000 പേരിലേക്ക് കൂടി എത്തിക്കാനായിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ ഇടപെടലുകളിലൂടെ 46 ലക്ഷം ആളുകൾക്ക് ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ കൈമാറി. ക്രിമിനൽ അഫയേഴ്സ് ഡെപ്യൂട്ടി കമാൻഡർ മേജർ ജനറൽ ഹരേബൽ ഷംസിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്തു. പുതിയ രീതിയിലുള്ള ലഹരി കൈമാറ്റത്തെയും ശൃംഖലകളെയും തുടച്ചു നീക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. 24 ദുബായ്. മറ്റൊരു AI ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. UAEയിലെ സ്കൂളുകളിൽ 4 AI ടൂളുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകി വിദ്യാഭ്യാസ മന്ത്രാലയം. ChatGPT ഉൾപ്പെടെയുള്ള 4 ടൂളുകൾക്കാണ് അനുമതി. അതേസമയം സ്കൂളുകളിൽ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് AI ടൂളുകൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം തുടരും. ഉപയോഗിക്കുന്നതിനുള്ള ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമുകളുടെ പട്ടികയ്ക്കാണ് UAE വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരം നൽകിയത്. ക്ലാസ് മുറികളിൽ AI സുരക്ഷിതവും ഉത്തരവാദിത്വപരവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് നടത്തിയ പഠനങ്ങൾക്കൊടുവിലാണ് തീരുമാനം. ഓപ്പൺ AIയുടെ ChatGPT, മൈക്രോസോഫ്റ്റിന്റെ കോപൈലറ്റ്, ഗൂഗിളിന്റെ ജെമിനി, ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് എന്നിവയ്ക്കാണ് അംഗീകാരം. വലിയ ഭാഷാ മോഡലുകളെ അടിസ്ഥാനമാക്കിയുള്ള 4 പ്രധാന പ്ലാറ്റ്ഫോമുകൾ എന്ന നിലയ്ക്കാണ് ഈ ടൂളുകൾക്ക് അംഗീകാരം ലഭിച്ചത്. ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട ടൂളുകളാണിതെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വിലയിരുത്തി. അതേസമയം പഠനം പൂർണ്ണമായും AIയെ ആശ്രയിച്ചാകരുതെന്ന നിർദ്ദേശവും സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം അധ്യാപകരുടെ നേരിട്ടുള്ള മേൽനോട്ടമില്ലാത്ത ഒരിടത്തും AI ടൂളുകൾ പഠനത്തിനായി ഉപയോഗിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം പഴയപടി തന്നെ തുടരും. 13 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ AI ഉപയോഗം വിലക്കിയിട്ടുണ്ട്. അടിസ്ഥാന പാഠങ്ങൾ സ്വന്തം അധ്വാനത്തിലൂടെ പഠിച്ചെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് ഈ നിയന്ത്രണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അമിതമായി ആശ്രയിക്കുന്നത് വിദ്യാർത്ഥികളുടെ ചിന്താശേഷിയെയും സർഗാത്മകതയെയും ബാധിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. 24 ദുബായ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്.
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വകാര്യ വസതിയിൽ ആക്രമണ ശ്രമം. ഫ്ലോറിഡയിലെ മാർ എ ലാഗോ വസതിയിലേക്ക് അതിക്രമിച്ചു കടന്ന അക്രമിയെ വെടിവെച്ചു കൊന്നു. തോക്കും ഇന്ധനക്യാനുമായാണ് അക്രമി എത്തിയത്. പ്രാദേശിക സമയം പുലർച്ചെ 1:30 സംഭവം. ഈ സമയം ട്രംപ് വസതിയിൽ ഉണ്ടായിരുന്നില്ല. FBI അന്വേഷണം തുടരുകയാണ്. ഇന്ത്യ US വ്യാപാര കരാറിലെ അന്തിമ ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്താനിരുന്ന യോഗം മാറ്റിവെച്ചു. ഇന്ത്യൻ സംഘത്തിന്റെ നാളെ ആരംഭിക്കാനിരുന്ന US സന്ദർശനം മാറ്റിവെച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. താരിഫ് ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്നും US സുപ്രീംകോടതിയുടെ വിധിക്ക് പിന്നാലെയാണ് ആശയക്കുഴപ്പമുണ്ടായത്. വിധിക്ക് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് ആഗോളതലത്തിൽ 15% വീണ്ടും തീരുവ പ്രഖ്യാപിച്ചിരുന്നു. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം യോഗം പുനർക്രമീകരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മുസ്ലിം സർവീസ് സൊസൈറ്റി ദമാം യൂണിറ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി പേർ പങ്കെടുത്തു. യൂണിറ്റ് പ്രസിഡന്റ് ശിഹാബ് കൊയിലാണ്ടി അധ്യക്ഷത വഹിച്ചു. KM ബഷീർ റമദാൻ സന്ദേശം നൽകി. നിർമ്മാണം പൂർത്തിയായ 6ാമത്തെ സ്നേഹവീടിന് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ വാങ്ങി നൽകാനായി വനിതാ വിംഗ് സ്വരൂപിച്ച തുക പ്രസിഡന്റ് ബാസിഹാൻ നടുക്കണ്ടിയിൽ നിന്ന് മുഖ്യ രക്ഷാധികാരി എഞ്ചിനീയർ KV ഹസൻ കോയ ഏറ്റുവാങ്ങി. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സൗദി മലയാളി സമാജം ദമാം ചാപ്റ്റർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ദമാം റോസ് ഗാർഡനിൽ റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ നിരവധി പേർ പങ്കാളികളായി. സമൂഹത്തിൽ സ്നേഹവും സാഹോദര്യവും വളർത്തുന്നതിൽ ഇത്തരം സംഗമങ്ങളുടെ പ്രാധാന്യം വലുതാണെന്ന് സമാജം അധ്യക്ഷൻ സാജിദ് ആറാട്ടുപുഴ പറഞ്ഞു. സമാജം ജനറൽ സെക്രട്ടറി ഡോക്ടർ സിന്ധു ബിനു സ്വാഗതവും ഷനീബ് അബൂബക്കർ നന്ദിയും പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സാഹചര്യത്തിൽ ഇന്ത്യയുടെ കാലാവസ്ഥാ നയങ്ങളും രാജ്യാന്തര വ്യാപാര വെല്ലുവിളികളും ചർച്ച ചെയ്യുന്ന 24 ബിസിനസ് കോൺക്ലേവ് നാളെ കൊച്ചിയിൽ. സുസ്ഥിര ബിസിനസ് മാതൃകകൾക്ക് ഊന്നൽ നൽകുന്ന സെഷനുകളാണ് കോൺക്ലേവിന്റെ മുഖ്യ ആകർഷണം. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ബിസിനസ് സമ്മിറ്റിന്റെ ഉദ്ഘാടകൻ. ബിസിനസ് രംഗത്തെ പ്രമുഖർ, നയരൂപകർത്താക്കൾ, ഗവേഷകർ തുടങ്ങി പ്രമുഖരെ അണിനിരത്തിയാണ് 24 ബിസിനസ് കോൺക്ലേവിന്റെ 2ാം പതിപ്പ് കൊച്ചിയിൽ നടക്കുന്നത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും മുഖ്യാതിഥികളാകും. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. 24 സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ കേന്ദ്രമന്ത്രിയും അതിഥികളും തമ്മിലുള്ള പ്രത്യേക സംവാദം നയിക്കും. രാജ്യാന്തര തലത്തിലെ സാമ്പത്തിക നയമാറ്റങ്ങളും സുസ്ഥിര വികസനവും വ്യാപാര കരാറുകളും ചർച്ചയാകുന്ന ബിസിനസ് കോൺക്ലേവിൽ കേരളത്തിലെ സംരംഭകർക്കും നിക്ഷേപകർക്കും പുതിയ ദിശാബോധം നൽകുന്ന 2 സെഷനുകളാണ് പ്രധാന ആകർഷണം. കേരളീയ സാഹചര്യങ്ങളിൽ വികസനവും പരിസ്ഥിതി സംരക്ഷണവും എങ്ങനെ തുല്യ പ്രാധാന്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നതാണ് ആദ്യ സെഷൻ. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹഷ്മി താജ് ഇബ്രാഹിം മോഡറേറ്റർ ആകുന്ന ചർച്ചയിൽ സ്റ്റേറ്റ് എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ R ഹരികുമാർ, ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ടോം M ജോസഫ്, രാഷ്ട്രീയ നിരീക്ഷകനും കോളമിസ്റ്റുമായ ശ്രീജിത്ത് പണിക്കർ, ഫ്രഷ് ടു ഹോം കോ ഫൗണ്ടറും CEOയുമായ മാത്യു ജോസഫ് എന്നിവർ പങ്കെടുക്കും. 2ാമത്തെ സെഷനിൽ ആഗോള വ്യാപാരവും കയറ്റുമതി തീരുവയും എങ്ങനെ ബിസിനസ്സുകളെ ബാധിക്കുമെന്ന ചർച്ച 24 ബിസിനസ് എഡിറ്റർ ക്രിസ്റ്റീന ചെറിയന്റെ നേതൃത്വത്തിൽ നടക്കും. സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ വിജു ജേക്കബ്, CII കേരള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വിഭാഗം കൺവീനർ അജയ് ജോർജ് വർഗീസ്, ക്യാപിറ്റെയർ ഫൗണ്ടർ CA ശ്രീജിത്ത് കുണിയിൽ, മൂലൻസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വർഗീസ് മൂലൻ എന്നിവർ പാനലിസ്റ്റുകളാണ്. കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്ക് കരുത്തേകുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളടക്കം സംവാദത്തിൽ ഉരുതിരിയും. 24 കൊച്ചി. കേരളത്തിന്റെ ഭാവിക്കായി ഒന്നിക്കാമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു 24നോട്. വികസനത്തിന്റെ കുതിപ്പുചാട്ടത്തിന് എല്ലാ വിഭവങ്ങളും കേരളത്തിലുണ്ട്. കേരളത്തിന്റെ ഭാവി തിളക്കമുള്ളതാണെന്നും കേരളത്തിനായി നമുക്ക് കൂടുതൽ സംഭാവന ചെയ്യാമെന്നും 24 കോൺക്ലേവിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്രമന്ത്രി പറഞ്ഞു. 24 ബിസിനസ് കോൺക്ലേവിലേക്ക് ക്ഷണിച്ചതിൽ നന്ദിയെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. Well, I'm always excited to be in Kerala, and 24 Business Channel has invited me for a special event. So I'm grateful that I'm invited, and I would like to share some of my thoughts tomorrow. Future of Kerala is bright. We just need to come together and give more emphasis to the potential of Kerala. Kerala is one of the finest state in terms of potential, whether it's a human potential, it's a geographic location, it's natural resources, and it's the young population of Kerala. Everything is so suitable for Kerala to jump to the next phase of development. Okay, thank you. നിരവധി നിക്ഷേപകർ പങ്കെടുക്കുന്ന 24 ബിസിനസ് കോൺക്ലേവിന്റെ വിശദവിവരങ്ങളെല്ലാം നാളെ 24ൽ ലഭ്യമാകുന്നതായിരിക്കും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്.
അഫ്ഗാൻ പാക് അതിർത്തിയിൽ വീണ്ടും സംഘർഷം പുകയുന്നു. പാക് വ്യോമാക്രമണത്തിൽ അഫ്ഗാനിസ്ഥാനിൽ 20-ലേറെ പേർ കൊല്ലപ്പെട്ടു. തെഹ്രീക്കെ താലിബാനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. അഫ്ഗാനിസ്ഥാനിലെ അതിർത്തി മേഖലകളിലാണ് പാക് വ്യോമാക്രമണം. ഇസ്ലാമാബാദിലെ ഷിയ പള്ളിയിൽ നടന്ന ചാവേർ ബോംബാക്രമണത്തിനു പിന്നിലെ തീവ്രവാദ സംഘങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. നംഗർഹാർ പക്തിക പ്രവിശ്യകളിലായിരുന്നു ആക്രമണം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 20-ലേറെ പേർ കൊല്ലപ്പെട്ടെന്ന് താലിബാൻ അറിയിച്ചു. ഭീകര സംഘടനയായ തെഹ്രീക്കെ താലിബാനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും താലിബാന്റെ 7 ക്യാമ്പുകളാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ഒക്ടോബറിലും അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. തെഹ്രീക്കെ താലിബാൻ തലവൻ നൂർവാലി മസൂദിനെ ലക്ഷ്യമിട്ടാണ് പാക് ആക്രമണമെന്നാണ് വിവരം. റിസർച്ച് ഡെസ്ക് 24. ദുബായിൽ ഇക്വിറ്റോറിയ ഗ്ലോബൽ സംഘടിപ്പിച്ച ഇക്യുനെക്സ് മീറ്റ് ശ്രദ്ധേയമായി. മാരിയറ്റ് ഹോട്ടലിലെ ലീഡർഷിപ്പ് ആൻഡ് എക്സലൻസ് പ്രമേയത്തിൽ നടന്ന മീറ്റിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ ഒത്തുചേർന്നു. അജ്മാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വൈസ് ചെയർമാൻ ഷെയ്ഖ് സുൽത്താൻ ബിൻ സാഗർ അൽ നുഐബി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇക്വിറ്റോറിയ ഗ്ലോബൽ സിഇഒ ഷംസുദ്ദീൻ നെല്ലറ സ്വാഗത പ്രസംഗം നടത്തി. ചെയർമാൻ സിദ്ദിഖ് ഫോറം ഗ്രൂപ്പ് അധ്യക്ഷത വഹിച്ചു. ആരീസ് ഗ്രൂപ്പ് ചെയർമാൻ സോഹൻ റോയ്, FMC ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ, റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ ഷംസുദ്ദീൻ ബിൽ മുഹിയുദ്ദീൻ, ID ഫ്രിഡ്ജ് സ്ഥാപകൻ PC മുസ്തഫ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി ബി സ്കൂൾ ഇന്റർനാഷണലിന്റെ എക്സിക്യൂട്ടീവ് MBA ആദ്യ ബാച്ച് ബിസിനസ്സുകാരുടെ കൺസോർഷ്യമാണ് ഇക്വിറ്റോറിയ ഗ്ലോബൽ. ജുബൈൽ മലയാളി സമാജം ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. റോയൽ മലബാർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച റമദാൻ സംഗമത്തിൽ ഉമർ സഖാഫി മുർഖാനോട് റമദാൻ സന്ദേശം നൽകി. പ്രസിഡന്റ് തോമസ് മാത്യു മാമൂടൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ സൈഫുദ്ദീൻ പൊറ്റശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ കരീം ഖാസിമി, സലാം ആലപ്പുഴ, നസീർ തുണ്ടിൽ, ശിഹാബ് മങ്ങാടൻ, ഷജീർ തച്ചൻപാറ, സാറാബായ് സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നിസാർ പള്ളിക്കര, മുബാറക് ഷാജഹാൻ കുമാർ, സുമോദ് മോഹൻ, അഡ്വക്കേറ്റ് ജോസഫ് മാത്യു മാമൂടാൻ, ആശ ബൈജു എന്നിവർ നേതൃത്വം നൽകി. അമേരിക്കൻ അംബാസഡറെ ഇസ്രയേൽ അനുകൂല പരാമർശങ്ങളെ അപലപിച്ച് അറബ് മുസ്ലിം രാജ്യങ്ങൾ. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമേഷ്യയിലെ ഒരു വലിയ വിഭാഗം ഇസ്രയേൽ ഏറ്റെടുക്കുന്നതിനെ അനുകൂലിച്ചാണ് ഇസ്രയേലിലെ US അംബാസഡർ മൈക്ക് ഹക്കബി പ്രസ്താവന നടത്തിയത്. പിന്നാലെ ജോർദാൻ, ഈജിപ്ത്, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹക്കബിയുടെ പരാമർശത്തിനെതിരെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കുകയായിരുന്നു. ഇത്തരം അഭിപ്രായങ്ങൾ അപകടകരവും പ്രകോപനകരവുമാണെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.